മോളെ ഈ പാട്ട് എഴുതിയത് ആരാണെന്നറിയോ? ബിച്ചു തിരുമല. വലിയൊരു ലെജൻഡാണ്, ഒരു കവിയാണ്. അദ്ദേഹം ജനിച്ചത് ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ്. അപ്പൊ ഒരുപാട് ഓർമ്മകളാണ് എനിക്ക്. കാരണം എന്റെ അയ്യപ്പൻ പാട്ട് തൃപ്പടി എന്ന് പറഞ്ഞ ഒരു കാസറ്റ് ബിച്ചുവേട്ടനാണ് ആദ്യമായിട്ട് എഴുതിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെയാണ് സുന്ദരി ഒന്നൊരുങ്ങുക, നാളെയാണ്, എത്രയോ പാട്ടുകൾ ഞാൻ അദ്ദേഹത്തിന്റെ പാടിയിട്ടുണ്ട്. പടകാളി. അദ്ദേഹം നിമിഷ നേരം കൊണ്ടങ്ങ് എഴുതും. അതായത് പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എഴുതും. ഇതിന്റെ ഒരു കാര്യമുണ്ട്, ഈ പാട്ട് എഴുതാൻ പോയിട്ട് ഇതിന്റെ ഡയറക്ടർ ഫാസിൽ സാറാണ്. അപ്പം ജെറി സാറ് ആദ്യമായിട്ട് ചെയ്യുന്ന ചിത്രമാണ്. അപ്പം എത്ര ചെയ്തിട്ടും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ലാസ്റ്റില് പറഞ്ഞ ഒരു പള്ളിപ്പാട്ടിന്റെ രൂപത്തില് ജെറി സാർ ഇതിനെ എന്ന് പറഞ്ഞിട്ടപ്പം ഇത് കൊള്ളാന്ന്. പക്ഷെ ബിച്ചുവേട്ടൻ ക്ലെവറായിട്ട് ആ അമ്മ കാത്തിരിക്കുന്നതല്ലേ നദിയ മൊയ്തുവിന് കൃത്യമായിട്ട് എഴുതി. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിൽ. ആ പടമൊക്കെ എന്താ പാടം. മോഹൻലാലും എല്ലാരും നദിയ മൊയ്തു ആ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത് അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ മോളെ ഇത്രയും ഓർമ്മകൾ മോള് കൊണ്ട് തന്നു അങ്കിളിന്. താങ്ക് യു. അപ്പൊ MG ഞങ്ങളെ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ പാട്ട് കേട്ടപ്പോ നമുക്ക് കുറെ ഓർമ്മകളിലേക്ക് പോയി, ഒത്തിരി ഓർമ്മ വന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു വിഷ്വല് കാണാം. അത് കാണുമ്പോഴും കുറച്ച് ഓർമ്മ വരുമായിരിക്കും. അയ്യോ ഇതാണോ? അയ്യോ ഇതിലെവിടെ നടുക്കല്ലേ? അതെ നടുക്ക. എത്ര പ്രായമുണ്ട് ശ്രീകുടൻ ചേട്ടാ? സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത്രയും പ്രായം തോന്നിക്കണ്ടല്ലോ. പക്ഷെ ഒരു സുന്ദരനായിരുന്നു. അതെ അതെ അതെ. വേറൊരു മുടിയൊക്കെ എപ്പോഴും എണ്ണ തേച്ചിട്ട് കർശനമാണ്. 2 കാര്യമായിരുന്നു വീട്ടില് പ്രധാനമായിട്ട്. ഒന്ന്, എണ്ണ തേച്ച് കുളിക്കണം. എനിക്കാണ് ഇഷ്ടമേ ഇല്ല. രാവിലെ ഒരു കുടം എണ്ണ, അത് ഇങ്ങനെ ഈ ചൂടാക്കിയിട്ടേ മറ്റേ വെളിച്ചെണ്ണ കരിവേപ്പിലൊക്കെ ഇട്ട് ചൂടാക്കിയിട്ട് ആ ചൂടോടുകൂടി തലയിൽ ഇങ്ങനെ പുരട്ടി, അത് ഭയങ്കര ഒരു പ്രശ്നം. പിന്നെ രാത്രി പാല് കുടിക്കണം. ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് അങ്ങനെ. ആ വീട്ടിലെ ഇളയ കുട്ടിയാണല്ലോ, അപ്പൊ ആ സ്നേഹം, വാത്സല്യം, കെയർ ഒക്കെ കൂടുതലായിരിക്കും. മനസ്സിലായി. അതല്ലേ എനിക്ക് തോന്നുന്നു സ്കൂളിലെ അല്ല കേട്ടോ. പിന്നെ അതാ മേശാണ്ട് മുണ്ടെടുത്തിട്ടുണ്ട്. എനിക്കിത് വളരെ ആരോഗ്യം. അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ, പ്രായം തോന്നിക്കുന്നു. അത് ഞാൻ തന്നെയാണോന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞപ്പോ അങ്ങനെയായോ? അപ്പൊ നമ്മള് വേറെ ഏതോ ഫോട്ടോ വെച്ച് ഇത്ര സമയവും കളഞ്ഞു. മക്കളെ നന്നായിരുന്നു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.